ശുചിത്വം കൊണ്ട് സംസ്ഥാന തലത്തിൽ മാതൃകയായ നഗരസഭയാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി നഗരസഭ. എന്നാൽ ഈ ഉദ്യമങ്ങൾക്ക് നേതൃത്വം നൽകിയ ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിടാനൊരുങ്ങുകയാണ് നഗരസഭ. നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് LDF കൗൺസിലർമാരുടെ ആരോപണം. താൽക്കാലിക ജീവനക്കാരായ 23 ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിടാനൊരുങ്ങുന്ന നടപടിക്കെതിരെയാണ് സുൽത്താൻ ബത്തേരി നഗരസഭയിൽ പ്രതിഷേധം ശക്തമാകുന്നത്. പിരിച്ചുവിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് LDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. പുതിയ ആളുകളെ തെരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. ഇന്റർവ്യൂ നടത്തുമെന്ന് ഭരണസമിതി തീരുമാനമെടുത്തതോടെ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. നിലവിലെ ശുചിത്വ തൊഴിലാളികളെ നിലനിർത്തിക്കൊണ്ട് ഇനിയും അധികമായി വരുന്ന തൊഴിലാളികളെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കണമെന്നാണ്. എന്നാൽ അതിന് വിരുദ്ധമായി നിലവിലുള്ള തൊഴിലാളികൾ കൂടി ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം എന്നുള്ളൊരു തീരുമാനമാക്കി കൗൺസിൽ തീരുമാനത്തെ മാറ്റിയിരിക്കുന്നു. അതിനോടൊരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. CPIM-ന്റെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികളും നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. എന്നാൽ നിലവിലെ ശുചീകരണ തൊഴിലാളികളുടെ കാലാവധി അവസാനിച്ചതുകൊണ്ടാണ് ഇന്റർവ്യൂ സംഘടിപ്പിച്ചതെന്നാണ് നഗരസഭയുടെ വാദം. കേരളത്തിലെ ഏറ്റവും മികച്ച ശുചിത്വ നഗരത്തിനുള്ള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സ്വരാജ് ട്രോഫി നേടിയ ആദ്യ നഗരസഭയാണ് സുൽത്താൻ ബത്തേരി. രൂപീകരിച്ചതിന് ശേഷമുള്ള 10 വർഷക്കാലവും LDF ആയിരുന്നു നഗരസഭ ഭരിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് UDF അധികാരത്തിലേറിയത്. ന്യൂസ് മലയാളം, വയനാട്.